കേസേ ആളറിഞ്ഞ് കളിക്കണം എന്ന് പറയാറില്ല. എന്തിനാണെന്നറിയാം? ഒരു ഉദാഹരണം കാണിച്ചത്. ഒരു വീഡിയോ കൊണ്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ഇപ്പോൾ ഞാൻ വെച്ചായിരുന്നു. ഇഷ്ടംപോലെ ഏതാണ്ട് ഒരു 100 ചില്ലാൻ ആയത്തുകൾ, ഈ 157 ആയത്തുകൾ ഖുറാനകത്തുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലൊരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുറാൻ്റെ അകത്ത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്. മനസ്സിലായി? ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ഇത് സംഗതി ഈ അറബി തന്നെ കൊണ്ടുനടന്നുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാതിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ കാര്യം നമുക്കറിയാൻ തീരുമാനമായി. അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് അപ്പം തന്നെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് അത് ബാൻ ചെയ്ത് കളയും. നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരൊറ്റ ചോദ്യത്തിന് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഒരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാന്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. എന്റെ സമയമാണ്, ഞാൻ ആ സമയം ത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഏത് കോടതിയാണ് ഖുറാൻ ബാൻ ചെയ്തത്? ഈ ചോദ്യങ്ങളെല്ലാം എനിക്കുണ്ട്. എന്റെ സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. 1986 എങ്ങനെയുണ്ട്? ആളറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ പണി 8ന്റെ പണി. ഇവിടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. രാഹുലേശ്വർ തകർത്ത് ആടുന്നു. ഓനാകെ ഇല്ലാണ്ടായി. ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഏത് കോടതിയിലാണ് ഖുറാൻ ബാൻ ചെയ്തത് ഒന്ന് പറഞ്ഞുതരാം. ഒരു കോടതിൻ്റെ പേര് പറഞ്ഞുതരും. ഓൻ വയർത്ത് നാമാവശേഷമായി. ഗൈസ് ലെവൻ പൊളിയാണ് ഗൈസ്.